നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുമൊത്ത് കഴിച്ച അവസാന അത്താഴത്തിലെ സംഭവങ്ങളെ ശരിയായി മനസ്സിലാക്കുവാൻ യഹൂദന്മാരുടെ പെസഹ അത്താഴത്തിന്റെ ആചാരങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കുള്ളത് ഏറെ സഹായമാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പഠനം തയ്യാറാക്കിയിട്ടുള്ളത്. പെസഹ അഥവാ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, വാരോത്സവം എന്നിവ ഇസ്രയേലരുടെ പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങളാണ്. ഈ 3 ഉത്സവ കാലത്ത് എല്ലാ ഇസ്രയേലി പുരുഷന്മാരും യെരുശലേമിൽ ദൈവത്തിന്റെ ആലയത്തിൽ എത്തണം എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. മിക്കവാറും പുരുഷന്മാർ മാത്രമല്ല, കുടുംബം മുഴുവൻ ഈ സമയത്ത് യെരുശലേമിലേക്ക് പോകുക പതിവുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത ദേശത്തിലെ സ്വാതന്ത്ര്യത്തിലേക്ക് പുറപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അഥവാ പെസഹ ആചരിക്കുന്നത്. പെസഹ അത്താഴം അഥവാ പെസഹ സെയ്ഡർ ഈ പെരുന്നാളിന്റെ പ്രധാന ഭാഗമാണ്. പെസഹ ഇസ്രായേൽ രാജ്യത്ത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഇസ്രായേൽ രാജ്യത്തിന് വെളിയിൽ താമസിക്കുന്നവർ ഇത് 8 ദിവസം ആചരിക്കാറുണ്ട്. ഒന്നാമത്തെയും അവസാനത്തെയും ദിവസങ്ങൾ പൊതു അവധി ദിവസങ്ങളാണ്. അന്ന് എല്ലാ യഹൂദരും വേല ചെയ്യാതെ ഇരിക്കും. ഇതിന് ഇടയ്ക്കുള്ള ദിവസങ്ങൾ സാധാരണ പോലെയുള്ള എന്നാൽ ഉത്സവത്തിന്റെ ദിവസങ്ങൾ ആയിരിക്കും. യഹൂദന്മാരുടെ വേദപുസ്തക വ്യാഖ്യാന ഗ്രന്ഥമാണ് മിഡ്രാഷ് എന്നറിയപ്പെടുന്നത്. ഇതിൽ 7 ദിവസത്തെ പെസഹ ആചരണത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഇസ്രായേൽ ജനം പെസഹ ദിവസം മിസ്രൈം വിട്ട് പുറപ്പെട്ടുവെങ്കിലും മിസ്രൈം സൈന്യം അവരെ 7 ദിവസങ്ങൾ ചെങ്കടൽ വരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. പുറപ്പാടിന്റെ 7ാമത്തെ ദിവസമാണ് അവർക്ക് ചെങ്കടൽ പിളർന്ന് അക്കരെ എത്തുവാൻ കഴിഞ്ഞത്. അതിനാൽ 1ാമത്തെ ദിവസം തന്നെ പുറപ്പാട് ആരംഭിച്ചുവെങ്കിലും 7ാമത്തെ ദിവസമാണ് അത് പൂർത്തീകരിച്ചത്. അതിനാൽ 7 ദിവസങ്ങൾ പെസഹ പെരുന്നാൾ ആചരിക്കുന്നു. യഹൂദ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം ആദ്യത്തെ 30 ദിവസങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചു. അതിനുശേഷം മരുഭൂമിയിൽ അവർക്ക് മന്ന ഭക്ഷിക്കുവാൻ ലഭിച്ചു. ഇന്ന് യഹൂദന്മാർ പെരുന്നാളിന്റെ 7 ദിവസങ്ങൾ പുളിപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുന്നു. ഇത് മിസ്രൈമിന്റെ ജീർണിച്ച സ്വാധീനങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നതിന്റെ അടയാളവും മിസ്രൈമിയ ജീവിത രീതികളിൽ നിന്നും ഓടിപ്പോകുവാനുള്ള ആഹ്വാനവുമാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ മുൻകൂട്ടി തയ്യാറാക്കാത്ത ഒരു യാത്ര ആരംഭിക്കുകയായിരുന്നു. അതിനാൽ വാഗ്ദത്ത ദേശത്തേക്കുള്ള വഴിമതിയെ അവരുടെ സകല ആവശ്യങ്ങൾക്കും സമ്പൂർണമായി അവർ ദൈവത്തിൽ ആശ്രയിച്ചു. പെരുന്നാളിന്റെ ആദ്യ ദിനം സിനഗോഗിൽ അല്ലെങ്കിൽ യഹൂദ പള്ളിയിൽ പ്രത്യേക മതപരമായ ആചാരങ്ങൾ ഉണ്ടായിരിക്കും. അവസാന ദിവസം ഈസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന മരിച്ചവരുടെ ബഹുമാനാർത്ഥമുള്ള പ്രത്യേക പ്രാർത്ഥനയും നടത്തപ്പെടും. വാരോത്സവം ഒരു കൊയ്ത്തുത്സവമാണ്. ആദ്യഫല ഉത്സവ ദിവസം മുതൽ 7 ആഴ്ച കഴിഞ്ഞ് 50ാം ദിവസമാണ് വാരോത്സവം ആചരിക്കുന്നത്. ഇതിനെ 50 എന്ന അർത്ഥത്തിൽ പെന്തക്കോസ് എന്നും വിളിക്കുന്നു. സീനായ് പർവ്വതം മുകളിൽ മോശയ്ക്ക് ന്യായപ്രമാണം നൽകിയത് പെന്തക്കോസ് ദിവസമാണ് എന്ന് യഹൂദന്മാർ പാരമ്പര്യമായി വിശ്വസിക്കുന്നു. ഇത് വിളകളുടെ കൊയ്ത്തിന്റെ സമാപന ഉത്സവമാണ്. ഈ അവസരത്തിൽ സമൃദ്ധമായ ഒരു വിളവെടുപ്പ് ലഭിച്ചതിനായി അവർ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വാരോത്സവത്തെ പുറപ്പാട് 23:16 കൊയ്ത്തു പെരുന്നാൾ എന്നും സംഖ്യാപുസ്തകം 28-26 വാരോത്സവമായ ആദ്യഫല ദിവസം എന്നും വിളിക്കുന്നുണ്ട്. എന്നാൽ ഇത് ലേവ്യ പുസ്തകം 23:9 മുതൽ 14 വരെയും ആവർത്തന പുസ്തകം 26:1 മുതൽ 11 വരെയും പറയുന്ന ആദ്യഫല പെരുന്നാൾ അല്ല. കൃത്യമായ ഒരു ദിവസമില്ലാത്ത ഒരേ ഒരു യഹൂദ പെരുന്നാളാണ് വാരോത്സവം. ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞ് 7ാമത്തെ ശബത്തിന്റെ അടുത്ത ദിവസം എന്നതാണ് ഈ പെരുന്നാളിന്റെ ദിവസം. ഇസ്രായേൽ ജനം എല്ലാ വർഷവും ആചരിക്കണം എന്ന് ദൈവം കൽപ്പിച്ച 7 പെരുന്നാളുകളിൽ അവസാനത്തേതാണ് കൂടാര പെരുന്നാൾ. ഇതിനെ പുറപ്പാട് 23:16 കായ്കനി പെരുന്നാൾ എന്നും ആവർത്തനം 16:13 കൂടാര പെരുന്നാൾ എന്നും വിളിക്കുന്നു. എബ്രായ കലണ്ടറിലെ 7ാമത്തെ മാസമായ ടിഷ്രി മാസത്തിലെ 15ാം തീയതിയാണ് ഈ പെരുന്നാൾ ആചരിക്കുന്നത്. ഇത് നമ്മളുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകും. പാപപരിഹാര ദിവസം കഴിഞ്ഞ് 5 ദിവസങ്ങൾ കഴിയുമ്പോൾ ശരത്കാലത്തിലെ വിളവെടുപ്പ് കഴിയുമ്പോൾ ഈ ഉത്സവം ആചരിക്കപ്പെടുന്നു. കൂടാര പെരുന്നാളിന്റെ ദിവസങ്ങളിൽ ഇസ്രായേൽ ജനമെല്ലാം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും മരുഭൂമി വഴിയായി പുറപ്പെട്ടു പോന്നപ്പോൾ അവർ 40 വർഷങ്ങൾ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. കൂടാര പെരുന്നാൾ ഇതിന്റെ ഓർമ്മ പുതുക്കുന്ന അവസരമാണ്.
അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവത്തിന്റെ കരുതലും സംരക്ഷണവും അനുഭവിച്ചതുപോലെ ഇപ്പോഴത്തെ വിളവെടുപ്പിലും ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്നു. അങ്ങനെ കൂടാരപ്പെരുന്നാൾ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട് ഓർമ്മിപ്പിക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവജനത്തെ എന്നേക്കുമായി വിടുവിക്കുന്ന മശിയെക്കുറിച്ചുള്ള പ്രത്യാശയും ഈ പെരുന്നാളിൽ ഉണ്ട്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില പ്രധാന സംഭവങ്ങൾക്ക് കൂടാരപ്പെരുന്നാളുമായി ബന്ധമുണ്ട്. ശലോമോന്റെ ദൈവാലയം സമർപ്പിക്കപ്പെട്ടത് കൂടാരപ്പെരുന്നാളിൽ ആണ്. ബാബേൽ പ്രവാസത്തിന് ശേഷം യെരുശലേമിൽ ആലയം പുനർനിർമ്മിക്കുവാനായി തിരിച്ചു വന്ന ഇസ്രായേൽ ജനം യോശുവ, സെരുബാബേൽ എന്നിവരുടെ നേതൃത്വത്തിൽ കൂടാരപ്പെരുന്നാൾ ആചരിച്ചു എന്ന് എസ്രാ 3:4 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് കൂടാരപ്പെരുന്നാളിന്റെ ദിവസം പ്രവാസത്തിൽ നിന്ന് തിരികെ വന്ന എല്ലാവരും കൂടാരങ്ങൾ ഉണ്ടാക്കി അതിൽ പാർത്തു. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ ദിവസേന എസ്ര ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിച്ചു. ഒരിക്കൽ കൂടാരപ്പെരുന്നാളിന്റെ ദിവസം യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് അവൻ യെരുശലേമിലേക്ക് പോകാതെ ഗലീലയിൽ തന്നെ സഞ്ചരിച്ചു. എന്നാൽ അവന്റെ സഹോദരന്മാരും ശിഷ്യന്മാരും പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ ആലയത്തിന്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ 7:37-38 വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എല്ലാ യഹൂദ പെരുന്നാളുകൾക്കും 3 ഭാവങ്ങളുണ്ട്. 1, വർത്തമാനകാലത്ത് പെരുന്നാൾ ആചരിക്കുക. 2, ഭൂതകാലത്ത് ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓർക്കുക. 3, ഭാവിയിലെ പ്രവചനപരമായ നിവൃത്തിക്കായി പ്രത്യാശിക്കുക. മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിലേക്ക് പെസഹ തിരിഞ്ഞു നോക്കുന്നു. സീനായിൽ വെച്ച് ന്യായപ്രമാണം ലഭിച്ചതിനെ പെന്തക്കോസ്ത് ഓർമ്മിപ്പിക്കുന്നു. ഇവയുടെ പ്രവചനപരമായ നിവൃത്തി യേശുക്രിസ്തുവിന്റെ മരണം, ഉയർപ്പ്, സഭയുടെ ആരംഭം എന്നിവയിൽ ഉണ്ടായി. കൂടാരപ്പെരുന്നാൾ മരുഭൂമിയിലെ ദൈവിക കരുതൽ ഓർമ്മിപ്പിക്കുന്നു. ഭാവിയിൽ സകല ദേശങ്ങളിലെയും ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനായി യെരുശലേമിലേക്ക് ഒഴുകിയെത്തുന്ന മശിഹായുഗത്തെ കൂടാരപ്പെരുന്നാൾ പ്രവചനപരമായി അറിയിക്കുന്നു. പെസഹ അത്താഴത്തെ പെസഹ സെയ്ഡർ എന്നാണ് വിളിക്കുക. സെയ്ഡർ എന്ന വാക്കിന്റെ അർത്ഥം ക്രമം, നടപടിക്രമം എന്നിങ്ങനെയാണ്. ഹഗദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുസ്തകത്തിൽ പെസഹ അത്താഴത്തിന്റെ ക്രമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് യഹൂദന്മാർ പെരുന്നാൾ ദിവസം അത്താഴം ക്രമീകരിക്കുവാനും ആ സമയത്ത് വായിക്കുവാനും ഉപയോഗിക്കുന്നത്. ഹഗദയിൽ പെസഹ അത്താഴത്തിന്റെ ചടങ്ങുകളും മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടതിന്റെ ചരിത്രവും അത്താഴത്തിലെ വിഭവങ്ങളും അനുഗ്രഹ പ്രാർത്ഥനകളും പാട്ടുകളും ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം സൂര്യാസ്തമയത്തോടെ ആരംഭിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ഇടങ്ങളിൽ യഹൂദ കലണ്ടറിലെ 1ാമത്തെ മാസമായ നീസാൻ മാസം 15-ാം തീയതിയുടെ ആരംഭത്തിലാണ് പെസഹ അത്താഴം ക്രമീകരിക്കുന്നത്. ഇത് നമ്മളുടെ മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും. ഇസ്രായേലിൽ പെസഹ പെരുന്നാൾ 7 ദിവസങ്ങളും ഇസ്രായേലിന് വെളിയിൽ അത് 8 ദിവസങ്ങളുമായിരിക്കും. പെസഹ പെരുന്നാൾ 7 ദിവസങ്ങൾ ആചരിക്കുന്ന ഇടങ്ങളിൽ പെസഹ അത്താഴം ആദ്യത്തെ ദിവസം വൈകുന്നേരവും, പെരുന്നാൾ 8 ദിവസങ്ങൾ ആചരിക്കുന്ന ഇടങ്ങളിൽ അത്താഴം ആദ്യത്തെ 2 ദിവസങ്ങൾ വൈകുന്നേരവും ക്രമീകരിക്കും. അതായത് പെരുന്നാൾ 7 ദിവസങ്ങൾ ആചരിക്കുന്ന ഇടങ്ങളിൽ നീസാൻ മാസം 15-ാം തീയതിയുടെ ആരംഭത്തിലും, പെരുന്നാൾ 8 ദിവസങ്ങൾ ആചരിക്കുന്ന ഇടങ്ങളിൽ നീസാൻ മാസം 15, 16 ദിവസങ്ങളുടെ ആരംഭത്തിലും പെസഹ ആചരിക്കും. ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നുള്ള പുറപ്പാടിനെയാണ് പെസഹ അത്താഴം ഓർമ്മിപ്പിക്കുന്നത്. ഇതിന്റെ ചരിത്രം തലമുറയെ ആവർത്തിച്ചു പറയണമെന്ന ദൈവിക കൽപ്പന അനുസരിച്ചാണ് ഈ പെരുന്നാൾ ആചരിക്കുന്നത്. പുറപ്പാടിന്റെ ചരിത്രം പറയുക, 4 കപ്പ് വീഞ്ഞു കുടിക്കുക, മാറ്റ്സ എന്ന് വിളിക്കുന്ന പുളിപ്പില്ലാത്ത പെസഹാപ്പം കഴിക്കുക, പ്രതിരൂപമായ ചില ആഹാരങ്ങൾ കഴിക്കുക, സ്വാതന്ത്ര്യത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം ചാരിയിരിക്കുക എന്നിവ പെസഹ അത്താഴത്തിന്റെ ചടങ്ങുകളാണ്. അവധിക്കാല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് എല്ലാ കുടുംബാംഗങ്ങളും പെസഹ അത്താഴത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ വ്യക്തിക്കും ആഹാരം കഴിക്കുവാനായി ഒരു പാത്രവും വീഞ്ഞു കുടിക്കുവാനായി ഒരു കപ്പും ഉണ്ടായിരിക്കും. അത്താഴം ഒരുക്കിയിരിക്കുന്ന മേശയുടെ തലപ്പത്ത് ചെറിയ ഭാഗങ്ങളായി വേർതിരിച്ച ഒരു പ്രത്യേക പാത്രം ഉണ്ടായിരിക്കും. ഇതിൽ ചില ഭക്ഷണങ്ങൾ പ്രതീകമായി വെച്ചിരിക്കും. അത്താഴ സമയത്ത് ഈ ഭക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അവ കഴിക്കുകയും ചെയ്യും. ഇതിലെ ഓരോ ഭക്ഷണവും പെസഹയുടെ ഓരോ ഭാവങ്ങളുടെ പ്രതീകമാണ്. ഇതിനെ സെയ്ഡർ പാത്രം എന്നാണ് വിളിക്കുക. സെയ്ഡർ പാത്രത്തിൽ 6 ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. മാരോർ എന്ന് വിളിക്കപ്പെടുന്ന കയ്പിച്ചീര,
ഇസ്രായേൽ ജനം മിസ്രൈമിൽ അനുഭവിച്ച അടിമത്തത്തിന്റെയും കഷ്ടതയുടെയും പ്രതീകമാണ്. ഹോഴ്സ് റാഡിഷ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരം പച്ചക്കറിയുടെ വേരുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുക. ചേസററ്റ് എന്ന് വിളിക്കപ്പെടുന്ന കൈപ്പിച്ചീരയാണ് സേഡർ പാത്രത്തിലെ രണ്ടാമത്തെ ഭക്ഷണം. ഇത് ലെറ്റൂസ് വർഗത്തിൽപ്പെട്ട ഒരു പച്ചക്കറിയാണ്. ഇതും ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈമിലെ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്നു. കരോസറ്റ് ഫലങ്ങളും അതിന്റെ കുരുവും ചേർത്തുണ്ടാക്കുന്ന തവിട്ടു നിറത്തിലുള്ള മധുരമുള്ള കുഴമ്പ് രൂപത്തിലുള്ള ഒരു മിശ്രിതമാണ്. ഇത് ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ അവിടെ വലിയ ഭണ്ഡാരശാലകൾ നിർമ്മിക്കുവാനായി മണ്ണ് കുഴിച്ച് ഇഷ്ടികൾ ഉണ്ടാക്കിയതിനെ ഓർമ്മിപ്പിക്കുന്നു. കർപ്പാസ് കയ്പ് ചീരയല്ലാത്ത ഒരു പച്ചക്കറിയാണ്. ഇത് ഏതെങ്കിലും ഭക്ഷ്യയോഗ്യമായ ഇലയോ പച്ചക്കറിയോ വേവിച്ച ഉരുളക്കിഴങ്ങോ ആകാം. ഇത് ഉപ്പുവെള്ളം, വിനാഗിരി അല്ലെങ്കിൽ കരോസെറ്റ് എന്ന് വിളിക്കുന്ന കുഴമ്പ് രൂപത്തിലുള്ള മിശ്രിതം എന്നിവയിൽ മുക്കി ഭക്ഷിക്കുന്നു. തീയിൽ ചുട്ട ആട്ടിൻകുട്ടിയുടെ മാംസം അല്ലെങ്കിൽ ആടിന്റെ ഒരു എല്ല് സൈഡർ പാത്രത്തിൽ ഉണ്ടായിരിക്കും. ഇതിനെ സ്രോവ എന്നാണ് വിളിക്കുക. ഇത് യെരുശലേം ദേവാലയത്തിൽ യാഗമായി അർപ്പിക്കപ്പെട്ട പെസഹ കുഞ്ഞാടിന്റെ പ്രതീകമാണ്. യാഗമൃഗത്തെ തീയിൽ ചുട്ട് അതിന്റെ മാംസം പെസഹ അത്താഴത്തിന്റെ ഭാഗമായി ഭക്ഷിക്കുക പതിവായിരുന്നു. ഒരു പൊരിച്ച മുട്ട കൂടി സൈഡർ പാത്രത്തിൽ ഉണ്ടായിരിക്കും. ഇതിനെ ബെറ്റ്സ എന്നാണ് വിളിക്കുക. ഇതും ദൈവാലയത്തിലെ യാഗമൃഗത്തിന്റെ തീയിൽ ചുട്ട മാംസത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. മുകളിൽ പറഞ്ഞ 6 കാര്യങ്ങൾ സൈഡർ പാത്രത്തിൽ ഉണ്ടായിരിക്കും. ഇവ കൂടാതെ മേശപ്പുറത്തും മറ്റു 3 ഭക്ഷ്യവസ്തുക്കൾ കൂടി വെച്ചിരിക്കും. അവ ഇതെല്ലാമാണ്: 3 പുളിപ്പില്ലാത്ത പെസഹ അപ്പം, ഇതിനെ മാറ്റ്സ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ഒരു തുണി കൊണ്ട് മൂടിയിരിക്കും. ഉപ്പുവെള്ളം, ഇത് ഇസ്രായേലിയർ മിസ്രൈമിൽ അടിമകളായിരുന്നപ്പോഴുള്ള അവരുടെ കണ്ണുനീരിനെ ഓർമ്മിപ്പിക്കുന്നു. ഏലിയാവിന്റെ കപ്പ്, ഇത് ഏലിയാവിൻ എന്ന് പറഞ്ഞ് വീഞ്ഞ് ഒഴിച്ചു വെക്കുവാനുള്ള കപ്പാണ്. ഭാവിയിൽ വരുവാനുള്ള മശിഹയെക്കുറിച്ചും വിടുതലിനെ കുറിച്ചുമുള്ള പ്രത്യാശയാണിത്. ചിലർ മിരിയാമിന്റെ കപ്പ് എന്ന പേരിൽ വെള്ളം നിറച്ച ഒരു കപ്പ് കൂടി വെക്കാറുണ്ട്. ഇത് മോശയുടെ സഹോദരി മിരിയാമിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. പുറപ്പാടിന്റെ ചരിത്രത്തിൽ ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ട്. പെസഹ പെരുന്നാളിന്റെ എല്ലാ ദിവസങ്ങളിലും പുളിപ്പുള്ള ആഹാരം ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് പ്രമാണമുണ്ട്. യാഥാസ്ഥിതിക യഹൂദന്മാർ അവരുടെ വീടുകളിൽ യാതൊരു പുളിപ്പുള്ള ഭക്ഷണവും ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കാറില്ല. പെസഹ അത്താഴത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പക്കൽ ഹഗദ എന്ന പുസ്തകം ഉണ്ടായിരിക്കും. ഇരിക്കുന്ന കസേരയിൽ ഇടയ്ക്കിടെ ചാരിയിരിക്കുവാനായി ഒരു തലയണ വെച്ചിരിക്കും. അത്താഴത്തിന്റെ പല സന്ദർഭങ്ങളിലും അവർ തലയണയിൽ ഇടതുവശത്തേക്ക് ചാരിയിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വീഞ്ഞു കുടിക്കുക, ആഫിക്കോമൻ എന്ന് വിളിക്കുന്ന പെസഹ അപ്പത്തിന്റെ അവസാന ഭാഗം ഭക്ഷിക്കുക, കോറേഹ് സാൻഡ്വിച്ച് എന്ന് വിളിക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നീ സന്ദർഭങ്ങളിൽ എല്ലാം സ്വാതന്ത്ര്യത്തിന്റെയും വിശ്രമത്തിന്റെയും സൂചകമായി അവർ ഇടതുവശത്തേക്ക് ചാരി ഇരിക്കാറുണ്ട്. പെസഹ അത്താഴത്തിന്റെ ഭാഗമായി ചില പ്രത്യേക സന്ദർഭങ്ങളിലായി അതിൽ പങ്കെടുക്കുന്നവർ 4 കപ്പ് വീഞ്ഞ് കുടിക്കാറുണ്ട്. ആദ്യത്തെ കപ്പ് വീഞ്ഞിനായി കുടുംബനാഥൻ ഒരു പ്രത്യേക അനുഗ്രഹ പ്രാർത്ഥന പറയും. ഈ പ്രാർത്ഥനയെ കിദ്ദിഷ് എന്നാണ് വിളിക്കുക. അതിനുശേഷം അത് കുടിക്കും. മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിന്റെ ചരിത്രം വിവരിക്കുന്ന സന്ദർഭത്തെ മാഗിദ് എന്നാണ് വിളിക്കുക. ഈ അവസരത്തിൽ 2ാമത്തെ കപ്പ് വീഞ്ഞ് കുടിക്കും. 3ാമത്തെ കപ്പ് വീഞ്ഞ് പെസഹ അത്താഴത്തിന് ശേഷം കുടിക്കും. 4ാമത്തെ കപ്പ് വീഞ്ഞ് അവസാനത്തെ സ്തുതിയുടെ പ്രാർത്ഥനയായ ഹലേൽ പറയുമ്പോൾ കുടിക്കും. 113 മുതൽ 118 വരെയുള്ള 6 സങ്കീർത്തനങ്ങളാണ് ഹലേൽ എന്ന് അറിയപ്പെടുന്നത്. പുറപ്പാട് 6ന്റെ 6-7 വാക്യങ്ങളിൽ ദൈവം പറയുന്ന 4 വിടുതലിന്റെ വാഗ്ദത്തങ്ങളെയാണ് 4 വീഞ്ഞ് കപ്പുകൾ സൂചിപ്പിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങൾ ഇവയാണ്: നിങ്ങളെ ഉദ്ധരിക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ വീണ്ടെടുക്കും, നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളും. പെസഹ അത്താഴത്തിന്റെ മേശപ്പുറത്ത് 5ാമത് ഒരു കപ്പ് വീഞ്ഞു കൂടി ഉണ്ടാകാറുണ്ട്. ഇത് അത്താഴത്തിന്റെ ഭാഗമായി ആരും കുടിക്കാറില്ല. ഇതിനെ ഏലിയാവിന്റെ കപ്പ് എന്നാണ് വിളിക്കുന്നത്. പഴയ നിയമ പ്രവാചകനായ ഏലിയാവിന്റെ ആത്മാവ് പെസഹ ദിവസം അവരെ സന്ദർശിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതിന് മശിഹയുടെ പ്രത്യക്ഷതയുമായി ബന്ധമുണ്ട്. അതിനാൽ ഇത് അന്തിമമായ വിടുതലിനെ സൂചിപ്പിക്കുന്നു. അടിമത്വം, സ്വാതന്ത്ര്യം എന്നിവ പെസഹ അത്താഴത്തിന്റെ പ്രധാനപ്പെട്ട 2 പ്രമേയങ്ങളാണ്. ഹഗദയിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്: എല്ലാ തലമുറയിലും എല്ലാവരും അവർ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നവരാണ് എന്ന് സ്വയം കരുതണം. യഹൂദന്മാരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമയത്തോടെയാണ്, അവസാനിക്കുന്നത്
അടുത്ത സൂര്യാസ്തമയത്തിലും. പുറപ്പാട് പുസ്തകത്തിലെ വിവരണം അനുസരിച്ച് നീസ മാസം 15-ാം തീയതിയുടെ ആരംഭത്തിൽ അന്നേ ദിവസം വൈകുന്നേരം ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു. എന്നാൽ അതേ ദിവസം രാത്രിയുടെ പകുതിക്ക് ശേഷം അവർ സ്വതന്ത്രർ ആയി. അതായത് യഹൂദ കലണ്ടർ അനുസരിച്ച് അവർ ഒരേ ദിവസം അടിമകളും സ്വതന്ത്രരും ആയിരുന്നു. സിനോപ്റ്റിക് സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയിൽ യേശുക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് കഴിച്ച അവസാനത്തെ അത്താഴം പെസഹ അത്താഴമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള പുളിപ്പില്ലാത്ത പെസഹാപ്പം, വീഞ്ഞ് എന്നിവ ആ അത്താഴത്തിൽ ഉണ്ടായിരുന്നു. ഈ ഘടകങ്ങളെ യേശു പുതിയ നിയമത്തിന്റെ പ്രതീകങ്ങളായി അവതരിപ്പിച്ചു. പുളിപ്പില്ലാത്ത അപ്പം തകർക്കപ്പെടുന്ന അവന്റെ ശരീരത്തിന്റെ പ്രതീകവും, വീഞ്ഞ് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ചൊരിയുന്ന അവന്റെ രക്തത്തിന്റെ പ്രതീകവും ആയി. ഇനി നമുക്ക് പെസഹ അത്താഴത്തിലെ 15 ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാം. പെസഹ അത്താഴം ആരംഭിക്കുന്നത് കെയ്ഡിഷ് എന്ന് വിളിക്കുന്ന ചടങ്ങോടെയാണ്. ഇത് വീഞ്ഞ് നിറച്ച ആദ്യത്തെ കപ്പിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഗൃഹനാഥൻ പറയുന്ന കിദ്ദിഷ് എന്ന് വിളിക്കുന്ന അനുഗ്രഹ പ്രാർത്ഥനയാണ്. അദ്ദേഹത്തോടൊപ്പം അത്താഴത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ പ്രാർത്ഥന പറയും. അപ്പോൾ ആരംഭിക്കുന്ന ദിവസത്തിന്റെ വിശുദ്ധിയെ ഇതിൽ ഏറ്റുപറയും. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒന്നാമത്തെ കപ്പ് വീഞ്ഞ് കുടിക്കും. ആചാരപരമായി കൈകൾ കഴുകുന്നതിനെ അർച്ചാറ്റ്സ് എന്നാണ് വിളിക്കുക. ഈ അവസരത്തിൽ പ്രത്യേക പ്രാർത്ഥനയില്ല. ഇത് കർപ്പാസ് എന്ന കയ്പ് ചീര അല്ലാത്ത ഒരു പച്ചക്കറി കഴിക്കുന്നതിന് മുമ്പേ ആചരിക്കുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് പച്ചക്കറികളോ പഴങ്ങളോ നനഞ്ഞ് ഇരിക്കുന്നുവെങ്കിൽ അത് കഴിക്കുവാനായി ഒരു ദ്രാവകത്തിൽ മുക്കുന്നതിന് മുമ്പേ കൈകൾ കഴുകിയിരിക്കണം. എന്നാൽ മറ്റവസരങ്ങളിൽ നനവില്ലാത്ത റൊട്ടിയോ ഉണങ്ങിയ പഴങ്ങളോ പച്ചക്കറികളോ കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകിയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകേണ്ടതില്ല. കർപ്പാസ് എന്ന കയ്പിച്ചീര അല്ലാത്ത ഭക്ഷ്യയോഗ്യമായ ഒരു തരം ഇല ഉപ്പുവെള്ളത്തിൽ മുക്കി ഭക്ഷിക്കുന്നതാണ് മൂന്നാമത്തെ ചടങ്ങ്. ഈ പച്ചക്കറി ഇസ്രായേലിയരുടെ വളരെ താഴ്ന്ന അവസ്ഥയിൽ നിന്നുള്ള ആരംഭത്തെയും ഉപ്പുവെള്ളം മിസ്രൈമിലെ അടിമത്തത്തിന്റെ നാളുകളിലെ അവരുടെ കണ്ണുനീരിനെയും സൂചിപ്പിക്കുന്നു. ഭക്ഷ്യയോഗ്യമായ ഇലകൾ വസന്തകാലത്തിന്റെയും പ്രതീകമാണ്. വസന്തം പുനർജനനത്തിന്റെയും പ്രതീക്ഷയുടെയും കാലമാണ്. 400-ലധികം വർഷങ്ങളുടെ അടിമത്ത ജീവിതത്തിന് ശേഷം മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട് ഇസ്രായേൽ ജനത്തിന് ഒരു പുനർജനനവും പുത്തൻ പ്രതീക്ഷയും ആയിരുന്നു. നാലാമത്തെ ചടങ്ങിനെ വിളിക്കുന്നത് യാഹാഴ്സ് എന്നാണ്. പെസഹ അത്താഴം ഒരുക്കിയിരിക്കുന്ന മേശപ്പുറത്ത് 3 പുളിപ്പില്ലാത്ത പെസഹയപ്പം ഒന്നിനു മുകളിൽ മറ്റൊന്നായി അടുക്കി ഒരു തുണി കൊണ്ട് മൂടി വെച്ചിരിക്കും. ഈ അപ്പത്തെ മാർസ എന്ന് വിളിക്കുന്നു. ഈ അവസരത്തിൽ ഈ 3 അപ്പത്തിൽ മധ്യത്തിൽ വെച്ചിരിക്കുന്നത് എടുത്ത് അതിനെ കൈകൾ കൊണ്ട് 2ആയി മുറിക്കും. ഇതിനെ കഷ്ടതയുടെ അപ്പം എന്ന് വിളിക്കാറുണ്ട്. 2ആയി മുറിച്ച അപ്പത്തിന്റെ വലിയ ഭാഗം അത്താഴത്തിന് ശേഷം ഡെസേർട്ട് പോലെ കഴിക്കുവാനായി ഒരു സ്ഥലത്ത് മറച്ചു വെക്കും. ഇതിനെ ആഫിക്കോമൻ എന്നും വിളിക്കും. മുറിച്ച അപ്പത്തിന്റെ ചെറിയ ഭാഗം അതേ സ്ഥലത്ത് മറ്റ് 2 അപ്പത്തിന്റെയും മധ്യത്തിലേക്ക് തിരികെ വെക്കും. പെസഹ അത്താഴത്തിലെ 5ാമത്തെ ചടങ്ങിനെ മാഗിദ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഇസ്രായേലിനെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് പുറപ്പെട്ടതിന്റെ ചരിത്രം പറയുന്ന അവസരമാണ്. ഇതിൽ അത്താഴത്തിൽ പങ്കെടുക്കുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ ഉണ്ട്. പാരമ്പര്യമായി ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഹഗതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാഗിദിന്റെ അവസാനം 2ാമത്തെ കപ്പ് വീഞ്ഞിന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുകയും അത് കുടിക്കുകയും ചെയ്യും. യഹൂദന്മാരുടെ വായ്മൊഴിയാള പ്രമാണങ്ങൾ പിന്നീട് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തെയാണ് മിഷ്ന എന്ന് വിളിക്കുന്നത്. ഈ പുസ്തകത്തിൽ പെസഹ അത്താഴ സമയത്ത് ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാരമ്പര്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുവാൻ പ്രാപ്തിയുള്ള കുട്ടികൾ ഇല്ലായെങ്കിൽ ഗൃഹനാഥന്റെ ഭാര്യയോ അത്താഴത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മറ്റൊരു വ്യക്തിയോ ചോദ്യങ്ങൾ വായിക്കും. ഒരുവൻ ഏകനായിട്ടാണ് അത്താഴം കഴിക്കുന്നതെങ്കിൽ അദ്ദേഹം സ്വയം ചോദ്യങ്ങളും ഉത്തരങ്ങളും വായിക്കും. എബ്രായ ഭാഷയിലുള്ള ഈ 4 ചോദ്യങ്ങളുടെ തലവാചകം ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ഈ രാത്രി മറ്റെല്ലാ രാത്രികളിൽ നിന്നും വിഭിന്നമായിരിക്കുന്നത്? ചോദ്യങ്ങൾ ഇതെല്ലാമാണ്. ഒന്നാമത്തെ ചോദ്യം: വർഷത്തിലെ മറ്റെല്ലാ രാത്രികളിലും നമ്മൾ പുളിച്ച മാവ് കൊണ്ട് ഉണ്ടാക്കിയ അപ്പമാണ് ഭക്ഷിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ രാത്രിയിൽ മാത്രം നമ്മൾ പുളിക്കാത്ത മാർസ അല്ലെങ്കിൽ പെസഹാപ്പം ഭക്ഷിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം: മറ്റെല്ലാ രാത്രികളിലും നമ്മൾ എല്ലാത്തരം പച്ചക്കറികളും ഭക്ഷിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ രാത്രിയിൽ നമ്മൾ കയ്പ് മാത്രം ഭക്ഷിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം: മറ്റെല്ലാ രാത്രികളിലും നമ്മൾ ഭക്ഷണം ഉപ്പുവെള്ളത്തിലോ
ഖരോസറ്റ് എന്ന് വിളിക്കുന്ന മിശ്രിതത്തിലോ ഒരു പ്രാവശ്യം പോലും മുക്കാറില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ രാത്രിയിൽ നമ്മൾ ഭക്ഷണം 2 പ്രാവശ്യം മുക്കുന്നത്? 4-ാമത്തെ ചോദ്യം, മറ്റെല്ലാ രാത്രികളിലും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നിവർന്നിരിക്കുകയോ ചാരിയിരിക്കുകയോ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ചാരി ഇരിക്കുന്നത്? യെരുശലേമിലെ ദേവാലയത്തിന്റെ തകർച്ചയ്ക്ക് മുമ്പ് 4-ാമത്തെ ചോദ്യം ഇതായിരുന്നില്ല. അത് ഇങ്ങനെയായിരുന്നു: മറ്റെല്ലാ രാത്രികളിലും നമ്മൾ തീയിൽ ചുട്ടതോ പൊരിച്ചതോ വേവിച്ചതോ ആയ മാംസം ഭക്ഷിക്കുന്നു. എന്നാൽ ഈ രാത്രി എന്തുകൊണ്ടാണ് നമ്മൾ തീയിൽ ചുട്ട മാംസം മാത്രം ഭക്ഷിക്കുന്നു? ദൈവാലയത്തിന്റെ തകർച്ചയോടെ പെസഹ യാഗമൃഗം ഇല്ലാതെയായി. അതിനുശേഷം പെസഹ അത്താഴത്തിന് യാഗമൃഗത്തിന്റെ മാംസം ഭക്ഷിക്കാറില്ല. അങ്ങനെ ഈ ചോദ്യത്തിന് പകരം ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെടുത്തി. മധ്യകാലഘട്ടത്തിലെ മിഷ്ന, ഹഗദ എന്നിവയുടെ ചില കയ്യെഴുത്ത് പ്രതികളിൽ 3 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹഗദയുടെ ചില പതിപ്പുകളിൽ 2 ചോദ്യങ്ങളും മറ്റു ചിലതിൽ 5 ചോദ്യങ്ങളും കാണാം. എന്നാൽ ഇപ്പോൾ യഹൂദന്മാർ ഉപയോഗിക്കുന്ന ഹഗദയിൽ 4 ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഹഗദയിലുണ്ട്. അവ ഇങ്ങനെയാണ്: നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ നിന്നും വേഗത്തിൽ പുറപ്പെട്ടപ്പോൾ അവർക്ക് അപ്പത്തിന്റെ മാവ് പുളിക്കുന്നത് വരെ കാത്തിരിക്കുവാൻ സമയമില്ലായിരുന്നു. അതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചു. നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ അനുഭവിച്ച കഷ്ടത നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് കയ്പിച്ചീര. നമ്മൾ ഭക്ഷ്യയോഗ്യമായ ഇലകൾ ഉപ്പുവെള്ളത്തിൽ മുക്കുന്നത് മിസ്രയീമിൽ ആയിരുന്ന നമ്മളുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിനെ ഓർമ്മിക്കുവാനായിട്ടാണ്. 2-ാമത്തെ പ്രാവശ്യം കയ്പിച്ചീര ഖരോസറ്റ് എന്ന് വിളിക്കുന്ന കൊടമ്പ് രൂപത്തിലുള്ള മധുരമുള്ള മിശ്രിതത്തിൽ മുക്കുന്നത് നമ്മളുടെ കഷ്ടതകൾ മാറി ജീവിതം മധുരമുള്ളതായി എന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. പുരാതന കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ചാരിയിരിക്കുന്നത് സ്വതന്ത്രരായ മനുഷ്യർ മാത്രമായിരുന്നു. അടിമകളും ദാസന്മാരും നിന്നുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. നമ്മൾ ഇന്ന് സ്വതന്ത്രരാണ് എന്ന് ഓർമ്മിക്കുവാനാണ് പെസഹ അത്താഴ സമയത്ത് ചാരിയിരിക്കുന്നത്. മാർസ എന്ന പുളിപ്പില്ലാത്ത പെസഹാപ്പം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ 2-മതും ആചാരപരമായി കഴുകുന്നതാണ് 6-ാമത്തെ ചടങ്ങ്. ഇതിനെ രജസ എന്നാണ് വിളിക്കുക. ഇവിടെ ഒരു അനുഗ്രഹ പ്രാർത്ഥന പറയും. 7-ാമത്തെ ചടങ്ങിനെ ഹമോർസി എന്നാണ് വിളിക്കുന്നത്. ഈ എബ്രായ പദത്തിന്റെ അർത്ഥം ഉളവാക്കുന്നവൻ എന്നാണ്. ഇത് ആഹാരത്തിനായി ഉപയോഗിക്കുന്ന ധാന്യവിളകൾ ഭൂമിയിൽ നിന്നും ലഭിച്ചതിനായി ദൈവത്തിന് സ്തോത്രം പറയുന്ന പ്രാർത്ഥനയാണ്. മാർസയുടെ അനുഗ്രഹത്തിനായാണ് ഇത് പറയുന്നത്. ഹമോർസി എന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: സർവ്വലോകത്തിന്റെയും അധികാരിയായ ഭൂമിയിൽ നിന്നും അപ്പത്തെ പുറപ്പെടുവിച്ച ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നീ വാഴ്ത്തപ്പെട്ടവൻ. ചിലർ അപ്പത്തിന്മേൽ കൈവച്ചുകൊണ്ടും മറ്റു ചിലർ അപ്പത്തെ അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഈ പ്രാർത്ഥന പറയും. 8-ാമത്തെ ചടങ്ങായി കസേരയിൽ അല്പം ഇടതുവശത്തേക്ക് ചാരിയിരുന്നുകൊണ്ട് മാർസ എന്ന പെസഹ അപ്പം കഴിക്കും. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടപ്പോൾ കഴിച്ചതും അവരോടൊപ്പം എടുത്തുകൊണ്ട് പോയതുമായ പുളിപ്പില്ലാത്ത അപ്പത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പത്തെ അനുഗ്രഹിക്കുന്ന പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം അപ്പത്തിന്റെ ഒരു ചെറിയ കഷണം എല്ലാവരും ഭക്ഷിക്കുന്നു. പെസഹ അത്താഴ സമയത്ത് അടുക്കി വെച്ചിരുന്ന 3 പെസഹ അപ്പത്തിലെ ആദ്യത്തെയും അവസാനത്തെയും അപ്പങ്ങളെ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് അവ ഭക്ഷിക്കുന്നതിന് മുമ്പായി ഒരു പ്രാർത്ഥന കൂടി പറയാറുണ്ട്. അതിങ്ങനെയാണ്: സർവ്വലോകത്തിന്റെ രാജാവായ അധികാരിയായ പെസഹ അപ്പം തന്നു ഞങ്ങളെ അനുഗ്രഹിച്ച അപ്പം ഭക്ഷിക്കുവാനായി ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, നീ വാഴ്ത്തപ്പെട്ടവൻ. 9-ാമത്തെ ചടങ്ങിനെ മാരോർ എന്നാണ് വിളിക്കുക. ഇത് കയ്പിച്ചീരയാണ്. സാധാരണയായി വേവിക്കാത്ത ഹോഴ്സ് റാഡിഷ് എന്ന് വിളിക്കപ്പെടുന്ന ഒരുതരം പച്ചക്കറിയുടെ വേരുകളോ റൊമേൻ ലെറ്റൂസ് എന്ന പച്ചക്കറിയോ ആണ് ഇതിനായി ഉപയോഗിക്കുക. ഇതിനായി ഒരു പ്രത്യേക പ്രാർത്ഥന പറയും. ഇതിനുശേഷം ഇത് ഭക്ഷിക്കും. ഇത് മിസ്രയീമിൽ അവർ അനുഭവിച്ച അടിമത്തത്തിന്റെ കയ്പ് ഓർമ്മിപ്പിക്കുന്നു. ഈ പച്ചക്കറി ഖരോസറ്റ് എന്ന മധുരമുള്ള കുഴമ്പ് രൂപത്തിലുള്ള ഒരു മിശ്രിതത്തിൽ മുക്കി കഴിക്കുന്നു. ഈ മിശ്രിതം ഇസ്രായേൽ ജനം മിസ്രയീമിലായിരുന്നപ്പോൾ അവിടെ വലിയ ഭണ്ഡാരശാലകൾ നിർമ്മിക്കുവാനായി മണ്ണ് കുഴച്ച് ഇഷ്ടികകൾ ഉണ്ടാക്കിയതിന്റെ പ്രതീകം ആണ്. പെസഹ അത്താഴത്തിന്റെ മേശപ്പുറത്ത് 2 തരത്തിലുള്ള കയ്പിച്ചീര ഉണ്ടായിരിക്കും. ഒന്നിനെ മാരോർ എന്നും മറ്റൊന്നിനെ ചേസറിറ്റ് എന്നും വിളിക്കും. മാരോർ എന്ന കയ്പിച്ചീരയെ 9-ാമത്തെ ചടങ്ങിലും ചേസറിറ്റ് എന്ന കയ്പിച്ചീരയെ 10-ാമത്തെ ചടങ്ങിനും ഉപയോഗിക്കും. 10-ാമത്തെ ചടങ്ങായ കൊറീച്ചിൽ പുളിപ്പില്ലാത്ത അപ്പം, കയ്പിച്ചീര, ഖരോസറ്റ് എന്ന മധുരമുള്ള കുഴമ്പ് രൂപത്തിലുള്ള ഒരു മിശ്രിതം എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന സാൻഡ്വിച്ച് കഴിക്കുന്നു.
റബി ഹീലേലിന്റെ പാരമ്പര്യം അനുസരിച്ച് പെസഹ യാഗമൃഗത്തിന്റെ മാംസം, പുളിപ്പില്ലാത്ത അപ്പം, കയ്പിച്ചീര എന്നിവ ഉപയോഗിച്ചാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കേണ്ടത്. എന്നാൽ ദൈവാലയത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പെസഹ യാഗം ഇല്ലാത്തതിനാൽ പെസഹ യാഗമൃഗത്തിന്റെ മാംസം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. 11ാമത്തെ ചടങ്ങിനെ എബ്രായ ഭാഷയിൽ വിളിക്കുന്നത് ഷൊഹാൻ ആരഹ് എന്നാണ്. ഇത് പെരുന്നാളിന്റെ അത്താഴമാണ്. എന്തെല്ലാം ഭക്ഷിക്കാം എന്നതിന് പുളിപ്പുള്ളതും യഹൂദന്മാർക്ക് നിഷിദ്ധവുമായ ആഹാരം പാടില്ല എന്നതല്ലാതെ മറ്റു പ്രത്യേകത നിബന്ധനകളൊന്നും ഇല്ല. ഈ അവസരത്തിൽ സേഡർ പാത്രത്തിൽ വെച്ചിരിക്കുന്ന പൊരിച്ച മുട്ട ഉപ്പുവെള്ളത്തിൽ മുക്കി അവർ ഭക്ഷിക്കും. ഇതിനായി പ്രത്യേക പ്രാർത്ഥന ഇല്ല. ആഫിക്കോമൻ എന്ന് വിളിക്കുന്ന പെസഹ അപ്പത്തിന്റെ അവസാന ഭാഗം ചാരി ഇരുന്നുകൊണ്ട് ഭക്ഷിക്കുന്നതാണ് 12ാമത്തെ ചടങ്ങ്. പെസഹ അത്താഴത്തിന്റെ 4ാമത്തെ ചടങ്ങിൽ മാർസ എന്ന് വിളിക്കുന്ന 3 പെസഹ അപ്പത്തിൽ ഒന്നിനെ 2ആയി മുറിച്ചു കിട്ടുന്നതിൽ വലിയ ഭാഗം അത്താഴത്തിന് ശേഷം ഡെസേർട്ട് പോലെ കഴിക്കുവാനായി മാറ്റിവെക്കുന്നുണ്ട്. ഇതിനെയാണ് ആഫിക്കോമൻ എന്ന് വിളിക്കുന്നത്. ഇത് പെസഹ അത്താഴത്തിലെ അവസാനത്തെ ആഹാരമാണ്. യെരുശലേമിലെ ആലയത്തിന്റെ തകർച്ചയ്ക്ക് മുമ്പേ പെസഹ യാഗമൃഗത്തിന്റെ മാംസത്തിന്റെ ഒരു ചെറിയ കഷ്ണമായിരുന്നു പെസഹ അത്താഴത്തിലെ അവസാന ഭക്ഷണം. എന്നാൽ ആലയത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം യാഗങ്ങൾ നടക്കുന്നില്ല എന്നതിനാൽ മാറ്റിവെച്ച പെസഹാപ്പമായ ആഫിക്കോമനാണ് അവസാന ഭക്ഷണം. അങ്ങനെ ആഫിക്കോമൻ പെസഹ യാഗത്തെ ഓർമ്മിപ്പിക്കുന്ന അപ്പമായി മാറി. അത്താഴത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയ കഷ്ണം അപ്പം കഴിക്കുവാൻ ലഭിക്കും. ഇത് കഴിച്ചതിന് ശേഷം മറ്റു യാതൊരു ആഹാരവും അന്ന് രാത്രി കഴിക്കുവാൻ പാടില്ല. പെസഹ അത്താഴത്തിൽ 4 കപ്പ് വീഞ്ഞു കുടിക്കുന്ന പതിവ് ഉണ്ട്. ഇതിനോടകം 2 കപ്പ് വീഞ്ഞു കുടിച്ചു കഴിഞ്ഞു. ആഫിക്കോമൻ എന്ന പെസഹ അപ്പം കഴിച്ചതിന് ശേഷം ശേഷിക്കുന്ന 2 കപ്പ് വീഞ്ഞു കുടിക്കാം. എന്നാൽ ഇതല്ലാതെ ലഹരിയുള്ള മറ്റു യാതൊന്നും കുടിക്കുവാൻ പാടില്ല. ആഴത്തിൽ ചിന്തിച്ചാൽ ആഫിക്കോമൻ മാറ്റിവെക്കപ്പെട്ടതും മറച്ചുവെക്കപ്പെട്ടതുമായ പെസഹാപ്പമാണ്. ഇത് മിസ്രൈമിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിടുതൽ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല എന്ന സന്ദേശവും നൽകുന്നു. മശിഹ വരുമ്പോൾ മാത്രമേ ഇസ്രായേലിന്റെ സമ്പൂർണമായ വിടുതൽ സാധ്യമാകൂ. പെസഹാപ്പത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിവെക്കുന്നത് യഥാർത്ഥവും മെച്ചവുമായ വിടുതൽ ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. അത് ഇനിയും വെളിപ്പെടുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നതിന്റെ സൂചനയാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിച്ചപ്പോൾ പെസഹ യാഗമൃഗത്തിന്റെ മാംസം ലഭ്യമായിരുന്നു. പതിവനുസരിച്ച് അവർ അത് ഭക്ഷിച്ചിട്ടുണ്ടാകണം. എന്നാൽ മാറ്റിവെക്കപ്പെട്ട അപ്പമായ ആഫിക്കോമനാണ് അവന്റെ ശരീരത്തിന്റെ പ്രതീകമായി അവർക്ക് വിഭാഗിച്ച് നൽകിയത്. ബറൂക്ക് എന്ന് വിളിക്കപ്പെടുന്ന 13ാമത്തെ ചടങ്ങ് ഭക്ഷണത്തിന് ശേഷമുള്ള അനുഗ്രഹ പ്രാർത്ഥനയാണ്. ഇത് പെസഹ പെരുന്നാളിന് ദൈവത്തോട് നന്ദി പറയുന്ന പ്രാർത്ഥന കൂടിയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് 3ാമത്തെ കപ്പ് വീഞ്ഞു ഒഴിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം ചാരിയിരുന്നു കൊണ്ട് വീഞ്ഞ് കുടിക്കും. അതിനുശേഷം 4ാമത്തെ കപ്പ് വീഞ്ഞ് നിറയ്ക്കും. ഒപ്പം പ്രവാചകനായ ഏലിയാവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന 5ാമത്തെ 1 കപ്പ് വീഞ്ഞു കൂടി നിറച്ച് വെക്കും. ഈ അവസരത്തിൽ അത്താഴത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി പെസഹ അത്താഴം ഒരുക്കിയിരിക്കുന്ന മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന കത്തിച്ച ഒരു മെഴുകുതിരി എടുത്തുകൊണ്ട് പ്രവാചകനായ ഏലിയാവിന് വേണ്ടി വീടിന്റെ വാതിൽ തുറക്കും. ഏലിയ പ്രവാചകൻ മശിഹയുടെ മുൻഗാമിയായി വരും എന്ന് അവർ പാരമ്പര്യമായി വിശ്വസിക്കുന്നു. ഹല്ലേൽ എന്നത് സ്തുതിയുടെ കീർത്തനങ്ങളാണ്. ഇതാണ് 14ാമത്തെ ചടങ്ങ്. ആദ്യത്തെ 2 സങ്കീർത്തനങ്ങൾ 113, 114 എന്നീ സങ്കീർത്തനങ്ങൾ എന്നിവ പെരുന്നാളിന്റെ അത്താഴത്തിന് മുമ്പ് ചൊല്ലും. 115 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഈ അവസരത്തിൽ ചൊല്ലും. അതിനുശേഷം 136ാം സങ്കീർത്തനവും മറ്റൊരു സ്തുതിഗീതവും പാടും. ശേഷം മുന്തിരിഫലത്തിന്റെ അനുഗ്രഹത്തിനായുള്ള പ്രാർത്ഥനയോടെ 4ാമത്തെ കപ്പ് വീഞ്ഞ് കുടിക്കും. നിർസ എന്നത് പെസഹ അത്താഴത്തിന്റെ 15ാമത്തെയും അവസാനത്തെയും ചടങ്ങാണ്. ഈ വാക്കിന്റെ അർത്ഥം സ്വീകരിച്ചു എന്നാണ്. പെസഹ അത്താഴം അവർ അവരുടെ ബോധത്തിലേക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത വിധം സമന്വയിപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നിർസ പെസഹ അത്താഴ ചടങ്ങിൽ അവസാനമായി പാടുന്ന ഒരു ഗാനമാണ്. അത്താഴം പൂർണ്ണമായെന്നും അടുത്ത വർഷം അവർ യെരുശലേമിൽ വെച്ച് പെസഹ ആചരിക്കുമെന്നും ഇതിൽ പറയുന്നു. മശിഹ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പ്രത്യക്ഷനാകും എന്ന പ്രത്യാശ ഈ ഗാനത്തിൽ ഉണ്ട്. യെരുശലേം ഇസ്രായേലർക്ക് വിശുദ്ധ പട്ടണമാണ്. അത് ആത്മീയ സമ്പൂർണതയുടെ പ്രതീകമാണ്. ഇപ്പോൾ അവർ യെരുശലേമിന് വെളിയിൽ അപൂർണമായ ഒരു ലോകത്ത് ജീവിക്കുന്നുവെങ്കിലും അവർ ആത്മീയമായി സമ്പൂർണമായ ഒരു കാലത്തിനായി ഒരു പക്ഷേ അടുത്ത വർഷം സംഭവിച്ചേക്കാവുന്ന ഒരു സമ്പൂർണതയ്ക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു.
പെസഹാത്താഴത്തിന്റെ അവസാനം പാരമ്പര്യമായ പല ഗാനങ്ങൾ പാടിയേക്കാം, ചില കഥകളും പറഞ്ഞേക്കാം. ഇവയെല്ലാം ഇസ്രായേലിൽ വെച്ച് അവർ ആചരിച്ച പെസഹയുടെയും അതിനുശേഷമുള്ള ഇസ്രായേലിന്റെയും ചരിത്രം വിവരിക്കുന്നത് ആയിരിക്കും. യെരൂശലേമിലെ ദൈവാലയം അടുത്ത വർഷം പുനഃസൃഷ്ടിക്കപ്പെടും എന്ന പ്രാർത്ഥനയും ഗാനങ്ങളിൽ ഉണ്ടാകും. പെസഹാത്താഴത്തിന് ശേഷം ഉണർന്നിരിക്കുന്നവർ അവർ ഉറങ്ങുന്നത് വരെ ഉത്തമഗീതം ഉറക്കെ വായിക്കുകയോ, തോറ എന്ന് വിളിക്കുന്ന ന്യായപ്രമാണ പുസ്തകങ്ങൾ പഠിക്കുകയോ, പുറപ്പാടിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യും. പെസഹാത്താഴത്തിന്റെ ആചാരങ്ങളെ കുറിച്ചുള്ള ഈ ഹ്രസ്വ പഠനം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.